എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു വില്ലത്തി അവള് 100-110 ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട കിബയുടെ പട്ടിക്കുട്ടി ആവട്ടെ, അവൻ കറക്റ്റ് ആയിട്ട് ഒരു പേപ്പർ ബോംബ് തന്നെ അവിടെ മരത്തിൽ ഫിക്സ് ചെയ്യും. അപ്പൊ കിബയാവട്ടെ ദേർ ദേർ, അവൻ നിന്റെ തൊട്ടടുത്തെത്തി, ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് പട്ടിക്കുട്ടിയെ വിളിക്കും. ഇവിടെ സാക്കൂണാവട്ടെ അതൊന്നും കാണാതെ ആ ഒരു മരത്തിലേക്ക് ചാടി വന്നിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ പേപ്പർ ബോംബ് പൊട്ടി അവള് തെറിച്ചു പോവും. അവിടെ മുഴുവനും തകർന്ന് തരിപ്പണമായി പോവും. മാത്രമല്ല ഒരുപാട് മരങ്ങളും ശിഖരങ്ങളും എല്ലാം തന്നെ പൊട്ടി വീഴും. അതുകൊണ്ട് ഒരുപാട് ഹാപ്പിയായി നമ്മുടെ ആൾക്കാരാവട്ടെ പട്ടിക്കുട്ടിക്ക് അറഞ്ചും പുറഞ്ഞും കിസ് കൊടുക്കും. അല്പനേരം കഴിയട്ടെ ചാക്കൂണാവട്ടെ ഒരു പോറല് പോലും ഏൽക്കാതെ അവരുടെ അടുത്തേക്ക് ചാടി വീഴും. ഞൊടിയിടയില് കിബയുടെ പട്ടിക്കുട്ടിയെ അവിടെ അവള് കെട്ടിയിടും. പട്ടിക്കുട്ടി നിലവിളിക്കുന്നുണ്ടാവും. മാത്രമല്ല വില്ലത്തി ആവട്ടെ പട്ടിക്കുട്ടിയുടെ തൊട്ടടുത്ത് ഒരു പേപ്പർ ബോംബും സെറ്റ് ചെയ്യും. കിബ പട്ടിക്കുട്ടി രക്ഷിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അപ്പത്തേക്കും ആ ഒരു പേപ്പർ ബോംബ് പൊട്ടി പട്ടിക്കുട്ടിയും കിബയും ആ ഒരു വില്ലിനും തെറിച്ചു പോവും. മാത്രമല്ല ഒരുപാട് അപകടങ്ങള് അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് ഷോക്കായിട്ട് നമ്മുടെ കുട്ടപ്പനും നാറയും നോക്കി നിൽക്കുമ്പോ അപ്പോഴായിരിക്കും കിബ അവന്റെ നായ്ക്കുട്ടിയെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താ, ബോംബ് പൊട്ടിയ ആ ശബ്ദത്തില് പട്ടിക്കുട്ടി മയങ്ങിപ്പോയി. അപ്പൊ അതേ സമയം മറ്റേ വില്ലത്തി അവളും ഇവരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നാറ അവളെ കണ്ട് ഞെട്ടിയിട്ട് കുട്ടപ്പന്റെ അടുത്ത് നീ എത്രയും പെട്ടെന്ന് ഈ ഡ്രമ്മുമായിട്ട് ഇവിടുന്ന് ഓടാൻ തുടങ്ങണം, ഇവളുടെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. നറൂട്ടോ കുട്ടപ്പന് ഒറ്റയ്ക്ക് പോവാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ വേറെ വഴിയില്ലാതെ അവൻ പോകാൻ നോക്കുമ്പോ ലോങ് ഷോട്ടില് വേറൊരാളെ കാണിക്കും. അവനെ കണ്ട് ഷോക്കായിട്ട് ടയുയ ആവട്ടെ നീ എന്താ ഇവിടെയും ചോദിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കിമിമാരു. പക്ഷെ അവൻ സ്പീഡിൽ വന്ന ആ ഒരു ഡ്രമ്മുമായിട്ട് നൈസായിട്ട് കടന്നു കളയും. നമ്മുടെ ആൾക്കാർ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുമ്പോ അവൻ കാഷ്വൽ ആയിട്ട് ഒരു മരത്തിന്റെ മേലെ ഇരുന്ന് ടയുയയോട് നീ ഒരുപാട് ലേറ്റായി, ബാക്കിയുള്ളവർ എവിടെയും ചോദിക്കും. അപ്പൊ ടയുയ നീ ഓൾറെഡി മരണത്തിന് കീഴ്പ്പെട്ടവനല്ലേ, മാത്രമല്ല നീ ഒരുപാട് വീക്കായിരുന്നു, നിനക്കൊരു ബോഡി പോലും ഇല്ലായിരുന്നു, എന്നിട്ടും നിനക്കിത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കും. അത് മറ്റൊന്നുമല്ല എന്റെ മനക്കരുത്ത് കൊണ്ടാണെന്ന് അവൻ മറുപടി പറയുമ്പോ അവള് വീണ്ടും നീ മരണത്തെ പോലും പറ്റിച്ചു കളഞ്ഞു എന്ന് പറയും. അവനാവട്ടെ സാസുക അടച്ചു വെച്ച ആ ഒരു ഡ്രം തൊട്ട് നോക്കുമ്പോ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആള് അത്ര നിസ്സാരമല്ലെന്ന് മനസ്സിലാവും. സോ ഇതുകൊണ്ടാണ് ഒറോച്ചിമാറു ഇത്രയും ഹാപ്പി. അവൻ എല്ലാത്തിലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇതാണ് ഒറോച്ചിമാറുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇതിനു വേണ്ടിയാണ് ഒരുപാട് കാലായിട്ട് അവൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ലേറ്റ് ആണെന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ കലി കേറി വരും. പക്ഷെ നാറയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി അവൻ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ അവൻ ചാടി വീണ് ഇപ്പൊ കിനിമാരുവിനെ ഇടിക്കാനായിട്ട് പോവാണ്. നാറ നോ എന്ന് അലറുമെങ്കിലും അവനത് മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൊ കറക്റ്റായിട്ട് ടയുയ അവിടേക്ക് ചാടി വീണ് കുട്ടപ്പന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി. ആ സമയത്ത് കറക്റ്റായിട്ട് കിനിമായു ആവട്ടെ ടയുയോട് പറയും നിന്നെ ഇപ്പൊ തന്നെ കൊന്നുകളയേണ്ടതാണ്, പക്ഷേ ഈ 2 പൊട്ടന്മാരെ കൊല്ലാൻ നീ ആവശ്യമാണ്. എനിക്കിവനെ എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞ് അവനാവട്ടെ ആ ബോക്സുമായിട്ട് അവിടുന്ന് പോകാൻ ആരംഭിക്കും. കുട്ടപ്പനാവട്ടെ അവന്റെ ഡയലോഗ് കേട്ട് ഒരുപാട് കലിപ്പടിക്കുമ്പോ നാറയാവട്ടെ നമ്മുടെ മിഷൻ എത്രയും പെട്ടെന്ന് സാസുകയെ തിരികെ ലീഫ് വില്ലേജിൽ എത്തിക്കാനാണ്, എന്തായാലും ഫൈറ്റ് ചെയ്യണം, വേറെ ഒരു വഴിയില്ലാന്ന് പറഞ്ഞ് നാറ ചാടി നിൽക്കുമ്പോ വില്ലത്തി ആവട്ടെ അവൾ ഇടിക്കാൻ റെഡിയാണ്. അപ്പൊ നാറ കുട്ടപ്പന്റെ ചെവി പിടിച്ച് വലിച്ച് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഇടണം, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങനെ ആക്കുമ്പോ നീ ഇങ്ങനെ ആക്കണം എന്നിങ്ങനെ നമ്മുടെ ആൾക്കാര് വമ്പം പ്ലാൻ ഇടുമ്പോ അവിടെ വില്ലത്തി ചേച്ചി ആവട്ടെ അവള് പൊട്ടിച്ചിരിക്കും. അപ്പൊ വില്ലത്തി ചേച്ചി മണ്ടന്മാരെ ഇത് ബോക്സിംഗ് പ്രാക്ടീസ് ഒന്നുമല്ല, മര്യാദയ്ക്ക് വന്ന് ഫൈറ്റ് ചെയ്യാൻ പറയും. കുട്ടപ്പൻ ആകപ്പാടെ കുറച്ച് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. നാറയ്ക്കാണെങ്കിൽ അവന് ഷാഡോ പവർ ഉണ്ട്. മാത്രമല്ല അവൻ നല്ലൊരു ലീഡറാണ്. അവളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഇവിടെ കുട്ടപ്പനും നാറയും അവര് ടെൻഷനാവും. ഞങ്ങളുടെ സാസുകയ്ക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നീ വിവരം അറിയും. ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങളുടെ ടീം വർക്കിന് മുൻപില് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോ ഇവിടെ വില്ലത്തി ആവട്ടെ നിങ്ങൾ 2 ആണെങ്കിലും 10 ആണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ കറക്റ്റായിട്ട് കുട്ടപ്പൻ ചാടി വീഴുന്ന കാണുമ്പോ വില്ലത്തി ആവട്ടെ അവനെ ഇട്ടിച്ച് തെറിപ്പിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ 1.5 കിലോമീറ്റർ എടുത്തു ചാടി അവളെ ചന്തി ഉലുക്കി കാണിക്കും. നിന്നെപ്പോലൊരു പൊട്ടത്തിയെ എളുപ്പത്തിൽ പറ്റിക്കാന്ന് കുട്ടപ്പൻ പറയുമ്പോ അവക്ക് കലി കയറും. ആ ഗ്യാപ്പില് നാറയാവട്ടെ അവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷെ അവള് കറക്റ്റായിട്ട് നാറയെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആവും.
എസ്കേപ്പ് ആയ സന്തോഷത്തില് നമ്മുടെ ചേച്ചി ആവട്ടെ എന്നെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുമ്പോ നാറയാവട്ടെ ഇത് ബ്രെയിൻ വെച്ചുള്ള കളിയാണ്, തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കും. നമ്മുടെ കുട്ടപ്പൻ അവനിപ്പോ ഓരോ മരത്തിലൂടെയും ചാടി ചാടി സാസുകയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഒറോച്ചിമാറു ഇപ്പൊ കിനിമാരുവിന്റെ പെർഫോമൻസ് കണ്ട് വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു ചോദിക്കുക, നീ അവന് എന്തെങ്കിലും സ്പെഷ്യൽ മരുന്ന് കൊടുത്തിരുന്നോ? അവനെ കൊണ്ട് എങ്ങനെ ഇത്രയ്ക്ക് ആക്റ്റീവ് ആവാൻ കഴിഞ്ഞു? കബൂട്ട ഉടനെ, പ്രത്യേകിച്ച് ഞാൻ ഒരു മരുന്നും അവന് കൊടുത്തിട്ടില്ല. അവൻ നിങ്ങളുടെ മികച്ചൊരു ഫോളോവർ ആണ്. മാത്രമല്ല അവന്റെ മനക്കരുത്ത് അത് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല പിൻഗാമി. മാത്രമല്ല കെക്കൈ ഗംഗൈ ക്ലാനിന്റെ ബ്ലഡ് കൂടെ അവന്റെ ബോഡിയിൽ ഒഴുകുന്നുണ്ട്. പക്ഷെ ഒറോച്ചിമാറുവിന് അവൻ ഒരുപാട് വിഷമാവും. കാരണം അവനിപ്പോ ഒറോച്ചിമാറുവിന് നഷ്ടപ്പെട്ടു പോയി. ആക്ച്വലി ഒറോച്ചിമാറു ആവട്ടെ കെമിമാറുവിന്റെ ബോഡി എടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പ്ലാൻ ഇട്ടത്. പക്ഷെ വലിയൊരു അസുഖം അതവന് പിടിവിട്ടു. അതുകൊണ്ട് മാത്രമാണ് അതിന് സാധിക്കാതെ പോയത്. ഉടനെ ഒറോച്ചിമാറു പറയും, തീർച്ചയായിട്ടും കെമിമാരുവിന്റെ ബോഡി എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കില് വളരെ ഈസി ആയിട്ട് ആ ഹൊക്കാഗെ ഞാൻ കൊന്നു തള്ളിയേനെ. പക്ഷെ നമ്മുടെ ഹൊക്കാഗെ അവന്റെ കൈ പിടിച്ച് തിരിച്ച് അതങ്ങനെ തന്നെ സീൽ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒറോച്ചിമാറുവിന്റെ പാതി ജീവൻ അന്ന് തന്നെ നശിച്ചുപോയി. നമ്മൾ കരുതും പോലെ ഒന്നുമല്ല, നേരം അതാണ് ഏറ്റവും പ്രധാനമെന്ന് ഒറോച്ചിമാറു പറയും. കട്ട് ചെയ്ത ഇപ്പൊ കിനുമാരു ആവട്ടെ കാട്ടിലൂടെ ആ ഒരു ഡ്രമ്മുമായിട്ട് പാഞ്ഞു പോകുമ്പോ ആ സമയത്ത് അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. ഇത് ടയൂയ ആണെങ്കിൽ തീർച്ചയായിട്ടും അവളെ ഞാൻ കൊന്നു കളയുന്നു പറയുമ്പോ അത് മറ്റാരുമല്ല, നമ്മുടെ സ്വത്തുക്കുട്ടൻ കുട്ടപ്പനായിരിക്കും. നറൂട്ടോ കുട്ടപ്പൻ അവന്റെ കണ്ണൊക്കെ ചോപ്പിച്ച്, സത്യം പറയടാ, എന്തിനാണ് നിനക്ക് സാസുകയുടെ ബോഡി? കിനിമാരുവിനാണെങ്കിൽ കുട്ടപ്പനെ കണ്ട് ഒടുക്കത്തെ പുച്ഛം. കുട്ടപ്പന്റെ ഇരിപ്പും നോട്ടവും കണ്ണൊക്കെ കാണുമ്പോ കിനിമാരുവിന് പിടികിട്ടും അവന്റെ കയ്യില് ഡേഞ്ചർ ആയിട്ടുള്ള എന്തോ ഒരു പവർ ഉണ്ടെന്ന്. ആക്ച്വലി ഒറോച്ചിമാറുവിന്റെ കയ്യില് ഒരു ഇമ്മോറാലിറ്റി ജിപ്സും ഉണ്ട്. അതൊരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല അവൻ ഒരുപാട് ജിപ്സു പഠിക്കാനായിട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ കെമിമാര് പറയും, ഞങ്ങൾക്ക് വേണ്ടത് പവർഫുൾ ആയിട്ടുള്ള ആളുകളെയാണ്. ഞങ്ങളുടെ ബോഡി അത് നശിക്കാറാവുമ്പോഴേക്കും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ബോഡി ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ കുട്ടപ്പന് കലി കയറി, അതിന് നിങ്ങൾക്ക് എന്റെ സാസുകയെ മാത്രമാണോ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പൊ കുട്ടപ്പന് കലി കയറി അവൻ ആ 9 tail ഫോക്സിന്റെ പവർ എടുത്ത് അവനെ ഇടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ഇവിടെ നാറയുടെ അടുത്ത് ടയൂയ വില്ലത്തി ആവട്ടെ ഓരോ കാര്യം പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങും. എന്തിനാണ് ആ പൊടിപ്പയ്യനെ അവനെ പിടിക്കാനായിട്ട് അയച്ചത്? അവനെ അങ്ങനെ തന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ? കിമിമാരു ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും ആ കുട്ടപ്പന്റെ കാര്യത്തില് ഒരു തീരുമാനമാവും. മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ തല്ലിക്കൊല്ലുമെന്ന് അവള് പറയും. അവനെ രക്ഷിക്കാനായിട്ട് ഇനിയും നീ എത്ര പേരെ അയക്കും? നീ ഇത്രയും വലിയൊരു വിഡ്ഢിയായ ലീഡർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് കൂടെ അവള് കൂട്ടിച്ചേർക്കും. അതിന് നാറ ദേഷ്യപ്പെട്ട് പറയും, കുട്ടപ്പൻ അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇതെന്റെ ആദ്യത്തെ മിഷനാണ്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ പിന്നോട്ട് പോവില്ല. എന്റെ കൂടെയുള്ള ഓരോ ടീം മെമ്പേഴ്സിന്റെ ഉത്തരവാദിത്വം അത് എന്നിൽ മാത്രമാണ്. വേണമെങ്കിൽ എനിക്ക് അവരെ രക്ഷിക്കാനായിട്ട് ഈ ഒരു മിഷൻ ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ വില്ലത്തി പെണ്ണ്, എങ്കിൽ പിന്നെ നിങ്ങൾക്കിത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കൂടെയും ചോദിക്കും. നാറ പറയും, ഞങ്ങൾ എല്ലാവരും പോരാളികളാണ്. ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോവില്ല. എന്നെക്കാളും പവറും ശക്തിയും ധൈര്യവും ഉള്ളവരാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരാരും തന്നെ തോറ്റോടാനും പോകുന്നില്ല, പിന്മാറാനും പോകുന്നില്ല. ഞങ്ങൾ മരണം വരെ പോരാടി ജയിക്കുമെന്ന് നാറ സ്റ്റൈലായിട്ട് പറയും. ഇവിടെ കിബയാണെങ്കിൽ ആ ഒരു വില്ലനെ പിടിച്ച് വലിച്ച് അവനെ ഇടിച്ച് ചപ്പാത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടയൂയ അവളുടെ പവർ വെച്ച് 3 അതിഭീകരന്മാരെ അവിടേക്ക് കൊണ്ടുവരും. അത് കണ്ട് നാറ പേടിച്ച് അയ്യോ പണി പാളിയോ എന്ന് ചിന്തിക്കും. അവള് കൂളായിട്ട് ഒരു ഫ്ലൂട്ടൊക്കെ ഊതി, എന്തുപറ്റി നീ പേടിച്ചു പോയോ, നമുക്ക് ഫൈറ്റ് തുടങ്ങിയാലോ ചോദിക്കുമ്പോ കട്ട് ചെയ്താ ഇപ്പൊ കിമിമാരുവിനെ കാണിക്കും. കുട്ടപ്പനാവട്ടെ ഒരു കണ്ടം പൂച്ചനെ പോലെ അവനെ കടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതും പോരാഞ്ഞ് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അവനെ തകർക്കാൻ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും